കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണ്? വ്യാജ വാർത്തകളും ഊഹാപോഹങ്ങളുമല്ല, കണക്കുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആശുപത്രികളുടെ എണ്ണത്തിലുള്ള കുറവ്, ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ്, ജീവനക്കാരുടെ കുറവ്, ആധുനിക ഉപകരണങ്ങളുടെ അഭാവം, മതിയായ ചികിത്സ ലഭിക്കാതെ രോഗികളുടെ മരണപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം 2016 മുമ്പ് കേരളത്തിലെ പല സർക്കാർ ആശുപത്രികളോടും ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങളാണ് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചത്. കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ പ്രതിവർഷം 12.63 കോടി ആളുകൾ ഇപ്പോൾ OP ചികിത്സ തേടുന്നു. അതിൽ തന്നെ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന ഏകദേശം 1,14,00,000 പേരാണ്. അതുപോലെ തന്നെ 12.78 ലക്ഷം പേർ കിടത്തി ചികിത്സ നേടുന്നുണ്ട്. അതേസമയം 2.47 ലക്ഷം പേർ മേജർ ശസ്ത്രക്രിയയിൽ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം വികസനത്തിലും വലിയ മാറ്റമുണ്ടായി. 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 779 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നഗരങ്ങളിൽ 356 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ കാലയളവിൽ പ്രവർത്തനം ആരംഭിച്ചു. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 945 ആശുപത്രികളിൽ നിർമ്മാണം പൂർത്തിയായി. 40 ആശുപത്രികളിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ കാലയളവിൽ 10,000-ലധികം ആരോഗ്യ പ്രവർത്തകരുടെ തസ്തികകൾ സൃഷ്ടിച്ചു. ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി കിഫ്ബി, നബാർഡ്, പ്ലാൻ ഫണ്ട് എന്നിവ വഴി 35,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. മുൻപ് സർക്കാർ ആശുപത്രികളിൽ ലഭിക്കാതിരുന്ന സൗകര്യങ്ങളും ആധുനിക ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, റോബോട്ടിക് സർജറി, ഹൃദയ ശസ്ത്രക്രിയകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ, ഇതെല്ലാം ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ്. സംസ്ഥാനത്ത് പ്രതിമാസം 80,000 ഡയാലിസിസുകൾ, 1,500-ലേറെ ആൻജിയോപ്ലാസ്റ്റികൾ എന്നിവ മെഡിക്കൽ കോളേജുകളിൽ, ജില്ലാ ജനറൽ ആശുപത്രികളിൽ തുടർന്നു വരുന്നുണ്ട്. കുറച്ച് കണക്കുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ശിശുമരണ നിരക്ക്: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 1 വയസ്സിനുള്ളിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 2015-16 കാലഘട്ടങ്ങളിൽ അത് 12 കുട്ടികളായിരുന്നെങ്കിൽ 2024-25 കാലഘട്ടങ്ങളിൽ അത് 5. നവജാത ശിശുമരണ നിരക്ക്: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 2015-16 കാലഘട്ടങ്ങളിൽ 6. അതുപോലെ തന്നെ 2024-25 എത്തുമ്പോൾ അത് 4 ചുരുങ്ങുകയും ചെയ്തു. സൗജന്യ ചികിത്സാ പദ്ധതി UDF ഒരു വർഷം 30,000, അതായത് ഒരു കുടുംബത്തിന് 30,000 ചിലവാക്കിയെങ്കിൽ LDF ഒരു വർഷം ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയാണ് സൗജന്യ ചികിത്സയായി ചിലവഴിച്ചത്. ഇതുവരെ 25.35 ലക്ഷം പേർ ആകെ 8,700 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി LDF. ഇതൊക്കെ കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ്, ഇന്റർനാഷണൽ റിസർച്ച് ഓഫ് ആയുർവേദ, കേരളം സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ റിസർച്ച് റെസിലിയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ഇൻ ആയുഷ്, സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത്, ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങൾ പുതുതായി ആരംഭിച്ചു. കോവിഡ്, നിപ, പ്രളയം പോലുള്ള വലിയ പ്രതിസന്ധികൾ കേരളം വിജയകരമായി നേരിട്ടത് ഇത്തരത്തിലുള്ള ശക്തമായ ആരോഗ്യ സംവിധാനത്തിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ്. 2016 മുമ്പുള്ള ഒരു ആരോഗ്യ മേഖലയെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവിടെ നിന്നും ഈ 10 വർഷ കാലയളവിൽ നമ്മൾ 80ഓളം ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ ആരോഗ്യരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് മേഖലകളെ പോലെ തന്നെ ആരോഗ്യ മേഖലയിലെ ഈ വികസനങ്ങൾ നമ്മൾ ഇനിയും തുടരുക തന്നെ ചെയ്യും.